ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ലോകകപ്പും കേവലം ഒരു ടൂർണമെന്റ് അല്ല, മറിച്ച് കോടിക്കണക്കിന് ആരാധകരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. 2023 സ്വന്തം മണ്ണിൽ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് കരുതിയ കിരീടം ഫൈനലിൽ നഷ്ടമായതിന്റെ വേദന ഇന്ത്യൻ ടീമിനെയും ആരാധകരെയും ഒരുപോലെ വേട്ടയാടുന്നുണ്ട്. ആ മുറിവ് ഉണക്കാനും ലോക ക്രിക്കറ്റിലെ തങ്ങളുടെ ആധിപത്യം വീണ്ടെടുക്കാനുമായി BCCI ഇപ്പോൾ മിഷൻ 2027 പദ്ധതികൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2027 ഏകദിന ലോകകപ്പിനായുള്ള 20 സാധ്യത പട്ടിക സെലക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയെന്ന വാർത്താ ഏജൻസിയായ PTIയുടെ റിപ്പോർട്ട് കായിക ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി വളരെ മുൻകൂട്ടി തന്നെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ടീമിന്റെ കൃത്യമായ പ്ലാനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ കാലങ്ങളിൽ ടൂർണമെന്റിന് തൊട്ടുമുമ്പ് മാത്രം ടീമിനെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ നിന്നും മാറി ഏകദേശം 2 വർഷം മുമ്പ് തന്നെ ഒരു കോർ ഗ്രൂപ്പിനെ കണ്ടെത്താനാണ് BCCI ശ്രമിക്കുന്നത്. SS ദാസ്, RP സിംഗ്, അജയ് രത്ര, പ്രഖ്യാൻ ഓജ എന്നീ മുൻതാരങ്ങൾ ഉൾപ്പെട്ട സെലക്ഷൻ പാനൽ രാജ്യത്തെ വിവിധ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ നേരിട്ടെത്തി തങ്ങളുടെ പ്രകടനം വിലയിരുത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇത് കേവലം സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയുള്ള സെലക്ഷൻ അല്ല, മറിച്ച് താരങ്ങളുടെ ശാരീരികക്ഷമത, സമ്മർദ്ദഘട്ടങ്ങളിലെ പ്രകടനം, ഫീൽഡിംഗ് മികവ് എന്നിവ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനുള്ള ശ്രമമാണ്. നിലവിലെ IPL സീസൺ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. T20 ഫോർമാറ്റിലാണെങ്കിലും കളിക്കാരുടെ ഫോമും ആത്മവിശ്വാസവും അളക്കാൻ IPLനോളം മികച്ച മറ്റൊരു വേദിയുമില്ല. പ്രത്യേകിച്ച് പേസ് ബൗളർമാരുടെ കാര്യത്തിൽ സെലക്ടർമാർ കടുത്ത നിലപാടിലാണ്. IPLലെ ജോലിഭാരം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഏകദിന ലോകകപ്പ് പോലുള്ള ദൈർഘ്യമേറിയ ടൂർണമെന്റുകളിൽ തിളങ്ങാൻ സാധിക്കൂ എന്ന് BCCI കരുതുന്നു. യുവതാരങ്ങൾ തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ IPLനെ ഉപയോഗിക്കുമ്പോൾ സീനിയർ താരങ്ങൾക്ക് തങ്ങളുടെ പ്രസക്തി തെളിയിക്കാനുള്ള ഇടം കൂടിയാണിത്. ഓരോ മത്സരവും സെലക്ടർമാരുടെ കർശന നിരീക്ഷണത്തിലായിരിക്കും. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ 2 തൂണുകളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും സാന്നിധ്യം 2027 ഉണ്ടാകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ BCCIയുടെ നിലവിലെ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുവരെയും 2027 പരിഗണിക്കുന്നുണ്ടെന്നാണ്. പ്രായം ഒരു ഘടകമാണെങ്കിലും ഇരുവരുടെയും ഫിറ്റ്നസും വലിയ ടൂർണമെന്റുകളിലെ അനുഭവ സമ്പത്തും ടീമിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. യുവതാരങ്ങളെ നയിക്കാനും അവർക്ക് വഴികാട്ടിയാവാനും ഈ 2 മുതിർന്ന താരങ്ങളുടെയും സാന്നിധ്യം അത്യാവശ്യമാണെന്ന് സെലക്ഷൻ കമ്മിറ്റി വിലയിരുത്തുന്നു. എങ്കിലും വരാനിരിക്കുന്ന IPL സീസണുകളിലെ പ്രകടനം ഇവരുടെ കാര്യത്തിൽ നിർണായകമാകും. ഏകദിന ലോകകപ്പ് നടക്കുന്ന ദക്ഷിണാഫ്രിക്കൻ സാഹചര്യങ്ങളായതിനാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പേസ് ബൗളിംഗ് നിരയിലാണ്. ബൗൺസിനെയും വേഗതയും തുണയ്ക്കുന്ന പിച്ചുകളിൽ ഇന്ത്യൻ പേസർമാരുടെ പ്രകടനം കിരീട സാധ്യതകളെ സ്വാധീനിക്കും. ടീമിന്റെ കുന്തമുനയായ ബുംറയുടെ ഫിറ്റ്നസാണ് BCCIയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും മെഡിക്കൽ ടീം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പുതിയ പന്തിൽ സ്വിംഗ് കണ്ടെത്താൻ കഴിവുള്ള സിറാജും ഇടങ്കയൻ പേസറായ അർഷ്ദീപും പട്ടികയിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. 2023 ലോകകപ്പിൽ വിക്കറ്റ് വേട്ടക്കാരനായ മുഹമ്മദ് ഷമിയുടെ പേര് 20 പട്ടികയിൽ ഇല്ലെന്നത് ചർച്ചാ വിഷയമാണ്. പരിക്കുകളും പ്രായവും ഷമ്മിക്ക് വിനയാകുന്നുണ്ടോ എന്നും ആരാധകർ ഭയപ്പെടുന്നു. എങ്കിലും അനുഭവ സമ്പത്തുള്ള ഷമ്മിയെ പാടെ തള്ളിക്കളയാൻ BCCIക്ക് കഴിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്ന മുറയ്ക്ക് പട്ടികയിൽ മാറ്റങ്ങൾ വരാം. മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് ഏറെ ആവേശം നൽകുന്ന വാർത്തയാണ് സഞ്ജു സാംസൺ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചു എന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും അവസരങ്ങൾ പരിമിതമായിരുന്നു. എന്നാൽ മധ്യനിരയിൽ അതിവേഗം റൺസ് കണ്ടെത്താനും വിക്കറ്റ് കീപ്പിംഗിലെ മികവും സഞ്ജുവിനെ ഏകദിന ഫോർമാറ്റിലും പ്രിയങ്കരനാകുന്നു. IPLലെ സ്ഥിരതയാർന്ന പ്രകടനം സഞ്ജുവിനെ 2027 ഫൈനൽ 11ലും എത്തിച്ചേക്കാം. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവരുമായി കടുത്ത മത്സരമാണ് സഞ്ജു നേരിടേണ്ടി വരിക. 2003 ശേഷം ആദ്യമായാണ് ദക്ഷിണാഫ്രിക്ക ലോകകപ്പിന് വേദിയാവുന്നത്. അന്ന് സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ പിച്ചുകൾ പേസ് ബൗളർമാരെയും ബാക്ക് ഫുട്ടിൽ കളിക്കുന്ന ബാറ്റ്സ്മാൻമാരെയും തുണയ്ക്കുന്നവയാണ്. ഇതിനനുസരിച്ചുള്ള ഒരു ടീമിനെ വാർത്തെടുക്കുക എന്നതാണ് സെലക്ടർമാരുടെ മുന്നിലുള്ള ലക്ഷ്യം. സ്പിന്നർമാരെക്കാൾ കൂടുതൽ പേസ് ഓൾറൗണ്ടർമാർക്ക് മുൻഗണന നൽകുന്നതും അതുകൊണ്ടാണ്. ജയ്സ്വാൾ, ഗിൽ, തിലക് വർമ്മ തുടങ്ങിയ യുവതാരങ്ങൾ ഇതിനോടകം തന്നെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവരോടൊപ്പം IPLലൂടെ പുതിയ മുഖങ്ങളും പട്ടികയിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒരു ദീർഘകാല പദ്ധതി എന്ന നിലയിൽ യുവത്വവും പരിചയസമ്പത്തും ഒത്തുചേരുന്ന ഒരു സന്തുലിത ടീമിനെയാണ് BCCI ലക്ഷ്യമിടുന്നത്. 2027 ലോകകപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വീണ്ടെടുപ്പിന്റെ വേദിയാണ്. BCCI ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ സാധ്യതാ പട്ടിക വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. ഷമ്മിയെ പോലുള്ള പ്രമുഖരുടെ അഭാവം ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും ദീർഘവീക്ഷണത്തോടെയുള്ള ഈ നീക്കങ്ങൾ ശുഭസൂചനയാണ്. സഞ്ജുവിനെ പോലുള്ള താരങ്ങളുടെ സാന്നിധ്യം ടീമിന് പുതിയ മാനങ്ങൾ നൽകുന്നു. കഠിനമായ പരിശീലനങ്ങളും കൃത്യമായ നിരീക്ഷണങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ 2027 ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യ കിരീടം ഉയർത്തുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്.